ഞാനുള്ളത് ബാലരാമപുരത്താണ്. ബാലരാമപുരം നമ്മൾ ഇന്നുള്ളത് ബാലരാമപുരത്താണ്. ഈ റോഡെന്ന് പറഞ്ഞാൽ കാട്ടാക്കടയിൽ നിന്ന് ബാലരാമപുരം പോകുന്ന റോഡാണ്. നമ്മളെ ബാലരാമപുരം ജംഗ്ഷൻ നേരെ പോകുന്ന റോഡ് വിഴിഞ്ഞം റോഡാണ്. കാട്ടാക്കടയിൽ നിന്ന് വരുന്ന റോഡും ഇത് നമ്മുടെ ട്രിവാൻഡ്രം സൈഡ് പോകുന്ന റോഡും അത് നമ്മുടെ നെയ്യാറ്റിങ്കര പോകുന്ന ബസ്സാണിത്. നെയ്യാറ്റിങ്കര പോകുന്ന സൈഡാണ് ആ സൈഡ്. നമ്മൾ ബാലരാമപുരത്തിൻ്റെ പ്രത്യേകതയാണ് എവിടെ നോക്കിയാലും കടകൾ. ശരിക്കും ഒരു കമേഴ്ഷ്യൽ സ്പോട്ടാണ് നമ്മളെ ബാലരാമപുരം. ഇങ്ങനെ കിഴക്കേക്കോട്ട പറഞ്ഞാൽ നമ്മളെ ആനവണ്ടി. ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ പാടല്ലേ. ഇവിടുത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. ബാലരാമപുരത്തെ ബ്ലോക്ക് അതൊന്ന് റോഡിൻ്റെ അപ്പോസിറ്റ് പഴയ ഒരു ബിൽഡിംഗ് ഫേമസ് SPR ഹോട്ടൽ ബാലരാമപുരം. ഒന്ന് കയറി ഇറങ്ങി പോവാം. ഇത് SPRൻ്റെ സ്പെഷ്യാലിറ്റി ഇറങ്ങുമ്പോൾ കൊണ്ട് കേട്ടോ. പതിയെ ഇവിടുത്തെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. നെയ്യാറ്റിങ്കരയിൽ നിന്ന് വരുമ്പം കാണുന്ന ബാലരാമപുരത്തിൻ്റെ ബോർഡ് ഈ സൈഡ് നമ്മൾ ഡിസ്കൗണ്ട് സെയിലൊക്കെ നടക്കുകയാണ്. ഇവിടെ കിസ്മത്ത് ഫുഡ് കോർട്ട് ബാലരാമപുരത്ത് പുതിയ ട്രെൻഡായ ഒരു കടയാണ്. ദ ഫ്രോസൺ സ്പൂൺ. ഇതാ കാട്ടാക്കട വഴിയാണ് നടന്നു വന്നത്. നെയ്യാറ്റിങ്കര അങ്ങോട്ട് പോയിട്ട് തിരിച്ച് അവിടെ കൂടെ നടന്ന് വിഴിഞ്ഞം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇതവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. പക്ഷേ വർക്കിംഗ് ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പുള്ളി ഇടയ്ക്ക് നിൽക്കണമുണ്ട്. കുറച്ച് ബ്ലോക്ക് മാറിയിട്ടുണ്ട്. എങ്കിലും കുറച്ച് കഴിയുമ്പോൾ ബ്ലോക്കാം. പുള്ളി ഇന്ന് അങ്ങോട്ടുള്ള വീതിയുള്ള റോഡും ഇങ്ങോട്ട് ചെറിയ റോഡുമാണ്. അപ്പോൾ ആര് അത്രയും റഷ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. അവിടെ നടന്നു നമ്മൾ കണ്ട കടയാണ് എൻ്റെ ഉപ്പാൻ്റെ കട. ഇപ്പം നടന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം റോഡിലോട്ടാണ്. നമ്മൾ വിഴിഞ്ഞം റോഡാണ് കേട്ടോ. ഇതിന് വിഴിഞ്ഞം പോകുന്ന റോഡാണ്. ഇവിടുത്തെ ഷോർട്ട് ഓട്ടോ ഒക്കെ പോണ വണ്ടിയാണിത്. നമ്മളെ ചാലഞ്ചർ. ബാലരാമത്തെ ഫേമസ് കട ബിസ്മി. ആ 3 റോഡിനെക്കാട്ടി ഏറ്റവും കൂടുതൽ തിരക്ക് പോകുന്നത് നമ്മളെ ഈ വിഴിഞ്ഞ റോഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ റോഡ് വൈഡ് ഇത്തിരി കൂടുതലാണ്. അതുപോലെ കടകളുടെ എണ്ണവും ശരിക്കും കൂടുതലാണ് ഈ സൈഡ്. വന്നപ്പോൾ എവിടെ നോക്കിയാലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാലരാമപുരം ടൗൺ മുസ്ലിം ജമാഅത്ത്. നമ്മൾ നടന്നിനി പോകുന്ന നമ്മളെ മെയിൻ റോഡിലോട്ടാണ്. വിഴിഞ്ഞം സൈഡൊക്കെ ഓടുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ചലഞ്ചർ. കാട്ടാക്കടയിൽ നിന്നും വിഴിഞ്ഞത്തൊക്കെ പോകുന്ന ബസ് ആനവണ്ടി. പാർക്കിംഗ് ബാലരാമപുരം പോലീസ്. ബാലരാമപുരം പോലീസ് എയ്ഡ് പോസ്റ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരം ബസ് വെയിറ്റിംഗ് ഷെഡാണ്. പക്ഷേ മോഡേണൈസ് രീതിക്കുള്ള ഒരു വെയിറ്റിംഗ് ഷെഡാണ്. ഇവിടെ ചാർജിങ് പോയിൻ്റൊക്കെ ഉണ്ട്. ഇവിടെ പാട്ട് സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ ബസ് സ്റ്റാൻഡിൽ തന്നെ. ഇത് നമ്മളെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലരാമപുരത്തിൻ്റെ ഗേറ്റ്. വലിയൊരു ഗേറ്റാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ബാലരാമപുരം പോസ്റ്റ് ഓഫീസ്. സുൽത്താന ജ്വല്ലറി ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട്. ഈ ഒരു സ്പോട്ട് ശരിക്കും ബാലരാമപുരത്ത് റോഡ് സൈഡിൽ ഭയങ്കര ഡേഞ്ചർ എന്ന് തന്നെ പറയാം. രാത്രി ഇവിടെ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ഡേഞ്ചർ ആണെന്നൊക്കെ പറയും. നമ്മളെ ബാലരാമപുരം ട്രെൻഡ്സ് നിംസ് മൈക്രോ ഹോസ്പിറ്റൽസ് KFC ബാലരാമപുരം എത്തി. ഇങ്ങോട്ട് നടന്ന ജിയോര പമ്പും അങ്ങനെ സാധനങ്ങളൊക്കെ അങ്ങോട്ടുള്ളൂ. മലങ്കര ട്രേഡ് സൊസൈറ്റിയുടെ നേരെ ഫ്രണ്ടിലൊരു കടയാണ് നമ്മളെ സർവീസ് ഫണ്ട് DTP ഓൺലൈൻ വർക്ക്സ് ഫോട്ടോ സ്റ്റേറ്റ്. അവിടെ നമുക്ക് ചായ കിട്ടി. നല്ലൊരു ചായ ആയിരുന്നു. നല്ല അടിപൊളി നമ്മളെ മെഷീൻ ചായ ആയിരുന്നു. അവിടെ നിന്ന് ഇത്രയും നടന്നു വന്ന ക്ഷീണം ഈ ഒറ്റ ചായയിൽ മാറി കിട്ടി. നമുക്ക് 2 ഫോളോവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു വഴി വരുന്ന തീരുമ്പോൾ നമ്മൾ ലെൻസ് കാർട്ടിൻ്റെ കട ക്രോസ് ചെയ്ത് ഇത് അപ്പുറത്ത് പോവാം. ഇത് ശരിക്കും വലിയൊരു കോംപ്ലക്സ് ഉള്ള സ്ഥലമാണ്. പക്ഷേ കടകളൊന്നുമില്ല. ഈ ബ്ലോക്ക് കൂടി വരുമ്പോൾ എന്താ ഫുട്പാത്തിൽ കൂടെയൊക്കെ ബൈക്ക് പോകണം കാണാം. അപ്പോൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ ബ്ലോക്കോ വണ്ടിയോ ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ എന്താ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബ്ലോക്ക് കൂടി വരേ ഉള്ളൂ. ജിഷയോടൊപ്പം ബാലരാമപുരത്ത് നിന്ന് ഞാൻ ദിവസം അഡ്വാൻസ് സൈനിങ് അടുത്ത വീഡിയോ കാണാം. പിന്നെ പോകുന്ന മുമ്പ് ജംഗ്ഷൻ്റെ സീൻ നിങ്ങൾ കാണിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോ കാണാം. അടുത്ത സ്ഥലത്ത് കാണാം. അപ്പോൾ